പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല, ഭിന്നത എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ യേശു വന്നിരിക്കുന്നത് സമാധാനം സ്ഥാപിക്കാനല്ല, ഭിന്നത സ്ഥാപിക്കാനാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാകുക? യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഭിന്നതയുണ്ടാകും. നമ്മൾ ഒത്തിരി തെറ്റിദ്ധാരണയ്ക്ക് വഴിതെളിക്കുന്ന ഒരു വാക്യമാണ് ഈ കേട്ടത്. യേശു വന്നത് ഭിന്നത ഉണ്ടാക്കാനാണോ? അല്ല, യേശു വന്നത് ഭിന്നത ഉണ്ടാക്കാനല്ല. പക്ഷേ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഭിന്നത ഉണ്ടാകുക അനിവാര്യമായിത്തീരുന്നു. കാരണം നേരും നുണയും തമ്മിൽ ഒന്നിച്ച് നിൽക്കുകയില്ല. നമ്മൾ തിരഞ്ഞെടുക്കാൻ തയ്യാറാകണം. യേശുവിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് ഒരു തീരുമാനമെടുക്കാൻ സാധ്യമാണ്. ഒന്നും യേശുവിന് വേണ്ടി അല്ലെങ്കിൽ യേശുവിനെതിരായിട്ട്. യേശുവിന് വേണ്ടി നിങ്ങൾ സഹോദരനെ ക്ഷമിക്കുന്നോട് ശ്രമിക്കുക, സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കുക. അപ്പോൾ ഒരു തീരുമാനമെടുത്തേ മതിയാവും. അതിനുമ്പോഴത്തേക്കും പരസ്പരം ക്ഷമിക്കാനും സഹിക്കാനും സന്നദ്ധയില്ലെങ്കിൽ ഭിന്നത ഉണ്ടാവും. അപ്പോൾ യേശു വന്നതിൻ്റെ ലക്ഷ്യമല്ല, യേശു പർപ്പസാണ്. നമ്മുടെ ഒരു പ്രത്യേകത ഓർക്കുക. നമ്മൾ ഇംഗ്ലീഷ് പറയാറുണ്ട് പേർപ്പസ് ക്ലോസ് ആൻഡ് കോൺസിക്യൂട്ടീവ് ക്ലോസ്. വന്നതിൻ്റെ ലക്ഷ്യവും ഫലവും. യേശു വന്നതിൻ്റെ ലക്ഷ്യമല്ല, യേശുവിൻ്റെ ഫലമാണ്. യേശുവിൻ്റെ മുമ്പിൽ തീരുമാനമെടുക്കാൻ നിർബന്ധരാകുന്നു. സുവിശേഷം കേൾക്കുമ്പോൾ ഞാൻ യേസ് ഓർ നോ, അതേ അല്ല, ഒന്നുകിൽ പിന്നാലെ പോകാൻ തയ്യാറാകുക, അല്ലെങ്കിൽ പിന്നോട്ട് പോവുക. അപ്പോൾ ആ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിക്കുന്നു. യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഞാനൊരു തീരുമാനമെടുക്കണം. ആ തീരുമാനമെടുക്കുന്ന ദൈവത്തിന് വേണ്ടിയാണെങ്കിൽ സഹോദരന് വേണ്ടി കൂടിയായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയാണെങ്കിൽ അത് ദൈവത്തിനെതിരായിട്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തീരുമാനമെടുത്തേ മതിയാവും. അതിനുള്ളിലേക്ക് ഭിന്നത ഉണ്ടാകുന്നു. അപ്പോൾ യേശു വന്നതിൻ്റെ ഫലമാണ്, ഫലത്തിൻ്റെ ലക്ഷ്യമല്ല. യേശുവിൻ്റെ സന്നിധിയിൽ തീരുമാനമെടുക്കണം. ദൈവത്തിന് വേണ്ടി തീരുമാനമെടുക്കും, സഹോദരങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ തയ്യാറാകുന്നു. ദൈവത്തിനെതിരായിട്ടാണ്, തനിക്ക് വേണ്ടി തന്നെയാണ് തീരുമാനമെങ്കിൽ സഹോദരങ്ങൾക്കെതിരായിട്ടാവും. അതിനുള്ളിലേക്കും ഒരു തീരുമാനമെടുക്കണം. ഇതാണ് എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. മതപീഡനത്തിൻ്റെയും എല്ലാം കാരണം ഇതാണ്. യേശുവിന് വേണ്ടി തീരുമാനമെടുക്കുന്നത് സഹോദര സ്നേഹം പ്രാവർത്തികമാക്കും, യാഥാർത്ഥ്യമാക്കും. അപ്പോൾ എല്ലാവരെയും സഹോദരങ്ങളായി കണക്കാക്കും. പക്ഷെ മറ്റുള്ളവരെ ദുരുപയോഗിക്കുന്നവർക്ക്, മറ്റുള്ളവർ ആത്മീയത സ്ഥാപിക്കുന്നവർ സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. അപ്പോൾ യേശുവിൻ്റെ മുമ്പിൽ എടുക്കേണ്ട തീരുമാനം, ദൈവം നമ്മുടെ പിതാവാണ്, നമ്മളെല്ലാം സഹോദരങ്ങളാണ്. ആ ബോധത്തിലൂടെ പോകുമ്പോൾ ഭിന്നതയല്ല, ഐക്യമുണ്ടാകും. പക്ഷേ ആ ഐക്യം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ ഉറച്ച തീരുമാനം ഉണ്ടാകണം. അഥവാ ഭിന്നത ഉണ്ടായാലും ഭയപ്പെടാതെ ദൈവത്തോട് സഹോദരനോട് ചേർന്ന് നിൽക്കുക. അതിനോട് കൃപ പ്രദാനം ചെയ്യട്ടെ. യേശു വന്ന ലക്ഷ്യമല്ല എന്നോർക്ക് യേശുവിൻ്റെ ഫലമാണ് ഈ ഭിന്നത. നിൻ വഴിയേ നടക്ക